പാകിസ്ഥാനിൽ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ 100 ഭീകരർ കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, 100 ഭീകരർ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രി സർവകക്ഷി യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് തന്നെയാണ് കിരൺ റിജിജുവും വിശദീകരിച്ചത്. KP ഈ കഴിഞ്ഞ ദിവസം പാക് അധിനിവേശ ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും ഭാരതം നടത്തിയ 9 മിന്നലാക്രമണങ്ങളിലായി ഏതാണ്ട് 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. സർക്കാർ ഇത്തരമൊരു വിശദീകരണം ഇത് ആദ്യഘട്ടമായി നൽകുകയാണ്. കാരണം ഇന്നലെ സൈന്യത്തിൻ്റെ വാർത്താ സമ്മേളനം ഇന്നലെ രാവിലെ 10 മണിക്ക് നടക്കുമ്പോൾ ഈ കണക്കുകൾ ഒരുപക്ഷെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ ദിവസം കൊണ്ട് കൃത്യമായ ഒരു കണക്കുകൾ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം പ്രത്യേകിച്ച് റോയ് ഉൾപ്പെടെ അതിൻ്റെ കണക്കുകൾ കൃത്യമായി തന്നെ എടുത്തതിന് ശേഷമാണ് ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു കണക്ക് പറയുന്നത്. അത് 100 എന്ന് പറയുമ്പോൾ ഒരു 80-നും 100-നും ഇടയിൽ ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാജ്നാഥ് സിംഗ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കിയത്. കൂടാതെ അദ്ദേഹം സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം ഓപ്പറേഷൻ സിന്ദൂർ എന്നത് കേവലം ഒരു സ്ട്രൈക്കിലൂടെ അവസാനിക്കുന്നതല്ല, മറിച്ച് ഇതിൻ്റെ തുടർച്ചയുണ്ടാകും എന്നുള്ളതാണ്. അതായത് ഭീകര കേന്ദ്രങ്ങൾ ഇനിയും പാകിസ്ഥാനിൽ ശേഷിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയൊരു പ്രഹരം നൽകുന്നു. പ്രത്യേകിച്ച് ജെയ്ഷയുടെയും ലഷ്കറിൻ്റെയും ഒക്കെ ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയുള്ള ആക്രമണമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. എന്നാൽ ഇതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല, മറിച്ച് ഭീകരതയെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് ഭാരതത്തിൻ്റെ ലക്ഷ്യം. അതിനാൽ അത്തരം തുടർ ആക്രമണങ്ങൾ ഉണ്ടാകും. അതായത് പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അനുസരിച്ച് അതിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികളും ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. അത് ഒരു പാർലമെന്റ് സമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർക്കണം എന്നതായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ ആവശ്യം. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിലും പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം അന്ന് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. ഒപ്പം പ്രതിപക്ഷം ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം ഈ ഭാരതത്തിൻ്റെ റഫേൽ ഉൾപ്പെടെ 5 പോർവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊരു വ്യാജ പ്രചരണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ അനുകൂലമായ വിദേശ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അൽ ജസീറയൊക്കെ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത്തരം വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ചില ചൈനീസ് അക്കൗണ്ടുകളും ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം കൂടി കേന്ദ്ര സർക്കാർ നൽകണമെന്നൊരു ആവശ്യവും പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചു. ഒപ്പം മസൂദ് അസറിനെ തിരിച്ച് കിട്ടുന്നതിന് വേണ്ട എന്തെങ്കിലും നടപടികളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. എന്തായാലും ഈ സർക്കാർ ഈ വിഷയത്തിലുള്ള വിശദീകരണം ഇന്ന് നൽകുന്നത് പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടാണ്. അതിൽ എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്നതിന്റെ കണക്ക് കേന്ദ്ര സർക്കാർ വെക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഓപ്പറേഷന്റെ ഉദ്ദേശം എന്തായിരുന്നു, അത് എവിടെ വെച്ച് തുടങ്ങി എപ്പോൾ അവസാനിക്കും എന്നതിനെ പറ്റി ഒരു വ്യക്തത കേന്ദ്ര പ്രതിരോധ മന്ത്രി നൽകുന്നു. ഇത് തന്നെയാണ് ഈ സർവകക്ഷി യോഗം കൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 21 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു. ഇനിയും 9 കേന്ദ്രങ്ങളാണ് തകർത്തത്. 21 കേന്ദ്രങ്ങളുണ്ട്. അത്തരത്തിൽ എല്ലാ കേന്ദ്രങ്ങളും ഭീകരതയുടെ എല്ലാ താവളങ്ങളും ഇടിച്ചു നിരത്തും നാമാവശേഷമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ 2 തുടരും. അതിർത്തിയിലടക്കം പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനത്തിന് കൃത്യമായ പ്രത്യാക്രമണം നടത്തും. അത് തന്നെയാണ് കേന്ദ്രമന്ത്രിമാർ വിശദീകരിച്ചത്, അല്ലേ? KP അത് തന്നെയാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഭീകര ക്യാമ്പുകളെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളൊരു ഓപ്പറേഷനാണ്. അത് 9 താവളങ്ങൾ അടിക്കുന്നതിലൂടെ മാത്രം, അവിടെ മിന്നലാക്രമണം നടത്തി അതിനെ ഇല്ലാണ്ടാക്കുന്നത് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല, മറിച്ച് ഭീകരതയെ ഈ മണ്ണിൽ നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കുന്നത് വരെ ആ യുദ്ധം ഉണ്ടാകുമെന്ന സന്ദേശമാണെന്ന് പ്രതിരോധ മന്ത്രി സർവകക്ഷി യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. ഒപ്പം രാജ്നാഥ് സിംഗ് പറഞ്ഞ മറ്റൊരു കാര്യം അനാവശ്യമായ പ്രകോപനത്തിന് ഭാരതം മുതിരില്ല എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ അനാവശ്യ പ്രകോപനം അതിർത്തിയിൽ സൃഷ്ടിക്കുന്നുണ്ട്. പഹൽഗാമിന് ശേഷം തുടർച്ചയായി എല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. അത്തരം പ്രകോപനങ്ങൾ ഭാരതം അങ്ങോട്ട് തുടങ്ങി വെക്കില്ല, മറിച്ച് അത്തരം പ്രകോപനങ്ങൾക്കുള്ള പ്രത്യാക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. പക്ഷേ ഭാരതമായിട്ട് അങ്ങോട്ടൊരു പ്രകോപനം സൃഷ്ടിക്കില്ല എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു. കാരണം ലോകത്തിന് മുന്നിൽ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ ഏറ്റവും വിശാലമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രമാണ്. മാത്രമല്ല ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ മകുടോദാഹരണമാണ് ഭാരതം. അതിനാൽ തന്നെ
അങ്ങനെ ഒരു രാഷ്ട്രം അനാവശ്യമായി മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ പ്രകോപനം സൃഷ്ടിച്ച് ബോധപൂർവം ഒരു യുദ്ധമോ അത്തരം സംഘർഷമോ സൃഷ്ടിക്കാൻ ശ്രമിക്കില്ല. പക്ഷേ ഭീകരതയ്ക്കെതിരെ കനത്ത പോരാട്ടം തുടരും. അതുപോലെ തന്നെ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അതേ ഭാഷയിൽ തന്നെ മറുപടി ഉണ്ടാകുമെന്നാണ് പ്രതിരോധ മന്ത്രി ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കിയത്. KP. യെസ്, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.